മുട്ടയോ മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് 2 തക്കാളി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി രുചിക്കൂട്ടാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നുള്ളത്. വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെയും ദോശ, ഇഡ്ഡലി എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ല പഴുത്ത തക്കാളി ഇതുപോലെ 2 കഷ്ണമോ 4 കഷ്ണമോ ആക്കിയിട്ട് മാറ്റാവുന്നതാണ്. ഇത്രയും മതി, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ആവശ്യമുള്ളത് ഒരു വലിയ സവാള മതി, ചെറിയ ഉള്ളിൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തക്കാളി ഇതേപോലെ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുക. ഒരു സവാള എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു വെള്ള ഭാഗം ഉണ്ടാവില്ല, അത് കട്ടാക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനൊരു 4 കഷ്ണങ്ങളാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ഈ സവാള ഒന്ന് മുറിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ള ഭാഗം ഞാനിപ്പോൾ കട്ടാക്കണ്ടെന്ന് പറയുന്നത്. ഇതിനെ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ഇതേപോലെ 2 കഷ്ണങ്ങളാക്കി മാറ്റിയാൽ മതി കേട്ടോ. ഇനി പാൻ ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 4 എടുത്ത്, നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഒരു 5ഓ 6ഓ എടുക്കാവുന്നതാണ്. അതൊരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ കട്ട് വെച്ചിട്ടുള്ള സവാളയും ഇതേ സൈഡിലോട്ട് മാറ്റി കൊടുക്കുക. എല്ലാം 3 സൈഡിലോട്ടാക്കി മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതാ ഞാൻ പറഞ്ഞു, വലിയ തക്കാളിയാണെങ്കിൽ ഒരു 6 പീസ് എടുക്കുക, ചെറുതാണെങ്കിൽ 4 പീസാക്കിയിട്ട് എടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കണം. പാനിലൊക്കെ ചുട്ടെടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും. തക്കാളി അതിൻ്റെ പേരിൽ പാനിൽ തന്നെ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടില്ല. വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഈ തക്കാളിയുടെ മുകളിലോട്ട് ആക്കി കൊടുത്താൽ മതി, കൂടുതൽ കരിഞ്ഞു പോകാതെ. എന്നിട്ട് നമുക്കൊരു 30 സെക്കൻഡ് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും എല്ലാ സൈഡും നമുക്കൊന്ന് എന്താ പറയുക, ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കുക. പിന്നെ വേറെ തീയുടെ ആവശ്യമൊന്നും ഇതിലില്ല. അപ്പോൾ ഈ സമയം മാത്രമാണ് നമുക്ക് തീ ആവശ്യമുള്ളത്. ആദ്യമായിട്ടാണോ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമുക്ക് സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലവണ്ണം ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനൊന്ന് മാറ്റിയെടുക്കണം. പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ട് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും അതേ പാനിലോട്ട് തന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 3 വറ്റൽ മുളകാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ വറ്റൽ മുളകിൻ്റെ എണ്ണ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്നും ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു ക്രിസ്പി ആകുന്നത് വരെ, വീർത്ത് വന്നിട്ട് ഒരു ക്രിസ്പി ആവുമല്ലോ, അപ്പോൾ നമുക്കതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി തക്കാളിയുടെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് ഇളക്കിയെടുക്കണം. ഇതേപോലെ ഒന്ന് സ്കിൻ എല്ലാത്തിനെയും മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇടിക്കല്ല് വെച്ചിട്ട് ആദ്യം തന്നെ മുളക് നേരത്തെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഇതേപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് തന്നെ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും. മിക്സിയുടെ ജാറ് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇതിനില്ല. ഇതേപോലെ ഒരു ഇടിക്കല്ല് മാത്രം എടുത്താൽ മതി. നല്ലവണ്ണം ചതച്ചതിന് ശേഷം നമുക്കിതിലോട്ട് നേരത്തെ ചുട്ടെടുത്തിട്ട് വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം ചതച്ചെടുക്കാനായിട്ട്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ നമുക്ക് ശരിയായി കിട്ടില്ല. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നല്ലവണ്ണം നൈസാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കല്ല് ചെറുതാണെങ്കിൽ. എന്നിട്ട് ഇതും കൂടി ഒന്ന് ഇടിച്ചെടുക്കാം. ഇങ്ങനെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സവാളയും കൂടി ഇതേപോലെ ഒന്ന് നൈസായിട്ട് വീണ്ടും ഇടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റാണ് തക്കാളിയും കൂടി ഇടിച്ചെടുക്കേണ്ടത്. പകുതി തക്കാളി ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കൊത്തി കൊടുത്താൽ മതി. ഒന്നിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് അരിഞ്ഞും കിട്ടത്തില്ല, അതിൽ നിന്ന് വെള്ളവും തെറിക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കണ്ടാൽ വളരെ പെട്ടെന്ന് തന്നെ തക്കാളി വെച്ചിട്ട് നല്ലൊരു സൈഡ് ഡിഷ് ശരിയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാലും ലൈക്ക് തരണേ.